ഒരു മാക്സിമം കൺസെപ്റ്റ് നോക്കാം. അപ്പം എല്ലാത്തിന്റെയും റിയാക്ഷൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കി പെട്ടെന്ന് നോക്കി പോവാം. അപ്പൊ അതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതൊരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ബേസിക്സ് പഠിക്കുകയാണ്. അത് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം, റിവിഷൻസ് ഒക്കെ കഴിഞ്ഞാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ്, അതും നമ്മളിവിടെ പറയുന്നില്ല, ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ അതേപോലെ നോമൻക്ലേച്ചർ, അതും നമ്മളിവിടെ പറയുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റിവിഷൻ ഒക്കെ കഴിഞ്ഞ് മോഡലൊക്കെ കഴിഞ്ഞുണ്ട്. പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ആണ് പഠിപ്പിക്കാനുള്ളത്, പ്രിപ്പറേഷൻ. പിന്നെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് പഠിപ്പിക്കാനുള്ളത്. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് പഠിപ്പിക്കാനുള്ളത്. പിന്നെ യൂസസ് നമുക്കില്ല, നമുക്ക് ഓൾറെഡി ഒരു ഒറ്റ യൂസേ ഉള്ളൂ അതിനകത്ത് മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്ത് ഞാൻ ബേസിക്സ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് പറയുന്നില്ല, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല, നോമൻക്ലേച്ചർ പറയുന്നില്ല. പകരം നമ്മൾ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടി പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഹാലോ ആൽക്കെയിൻസിന്റെ നോക്കിക്കോളൂ, പ്രിപ്പറേഷൻ of halo alkane. Preparation of halo alkane അത് ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൽക്കെയിൻസിൽ നിന്ന് തന്നെ ഹാലോ ആൽക്കേനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആൽക്കെയിൻസിൽ നിന്നും ഹാലോ ആൽക്കേനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ ആണ്. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ ആണ്. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് ഒരു മീതെയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനകത്ത് നമ്മൾ ക്ലോറിൻ, അതായത് ഡയറക്റ്റ് ക്ലോറിനേഷൻ ആണ്, അതായത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, അവിടെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ആര് വരും? അവിടെ ക്ലോറിൻ വരും. ഇതെങ്ങനെയാണെന്നറിയാമോ? ഇത് കട്ടാകുന്ന സമയത്ത് ഇതൊരു റാഡിക്കലും ഇതൊരു റാഡിക്കലായിട്ട് മാറും. നമ്മള് പ്ലസ് വണ്ണില് എന്താണ് കാർബോകാറ്റിയോൺ, കാർബാനിയോൺ, അതേപോലെ തന്നെ എന്താണ് റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ CH3യുടെ റാഡിക്കൽ വരുന്ന സമയത്ത് ഇതായിരിക്കും റാഡിക്കൽ. അപ്പൊ ഇതിനകത്ത് ഈ റാഡിക്കൽ പോയിട്ട് ഈ ഒരു റാഡിക്കലുമായിട്ട് ചേരുമ്പോഴാണ് ശരിക്കും ഇതുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ. അതായത് ഇപ്പം ഇവിടെ ഇപ്പൊ CH4 പ്ലസ് Cl2 ആണ് നമ്മുടെ റിയാക്ഷൻ. അപ്പൊ അവിടെ CH3Cl ഉണ്ടാവും, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട്. ഇനി ഈ CH3Cl അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോറിനെ കൂടെ മാറ്റിയിട്ട് CH3Cl2 ഉണ്ടാവും. ഇനി ഇവിടെയും CH3Cl2 പ്ലസ് എന്താണ് CH3Cl2 പ്ലസ് വീണ്ടും Cl2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CHCl2 ആയിരിക്കും വരിക. CH2Cl2 ആയിരിക്കും വരിക. അതേപോലെ ഇവിടെ CH2Cl2 വീണ്ടും Cl2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CHCl3 വരുന്നു. വീണ്ടും CHCl3 എന്ത് ചെയ്യുന്നു? അതിനകത്തുണ്ട്. ഇതെല്ലാം ഒരു പാത്രത്തിനകത്ത് തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഉണ്ടായ പ്രൊഡക്റ്റുമായിട്ട് അൺറിയാക്റ്റഡ് ആയിട്ട് ഉള്ള ക്ലോറിൻ വീണ്ടും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CCl4 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ രീതിയിൽ ഹാലോ ആൽക്കനെ ഉണ്ടാക്കുന്നതിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഈ പ്രൊഡക്റ്റിന്റെ പാത്രത്തിനകത്ത്, ഈ പ്രൊഡക്റ്റ് ഉണ്ടായാൽ ഈ പാത്രത്തിനകത്ത് ക്ലോറോമീഥേൻ കാണും, ഡൈക്ലോറോമീഥേൻ കാണും, ട്രൈക്ലോറോമീഥേൻ കാണും, ടെട്രാക്ലോറോമീഥേൻ കാണും. അപ്പൊ ഇതിന്റെ എല്ലാം മിക്സ്ചർ ആണ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് ഒരു എക്സ്ട്രാ പ്രോസസ്സും കൂടെ നടത്തേണ്ടി വരും. അത് അത്ര ഫലവത്തല്ലാത്തത് കൊണ്ട് ഈ ആൽക്കേനിൽ നിന്ന് ഹാലോ ആൽക്കേനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ യൂഷ്വലി ചൂസ് ചെയ്യാറില്ല. മാത്രമല്ല ക്ലോറിനേഷനും ബ്രോമിനേഷനും മാത്രമേ നമ്മൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യാറുള്ളൂ. ഫ്ലൂറിനേഷൻ ചെയ്യാനില്ല. ഫ്ലൂറിനേഷൻ എന്താണ്? ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ആണ്. അതല്ല, ഫ്ലൂറിനേഷൻ നടക്കത്തില്ല എന്ന് പറയാൻ കാരണം, ഫ്ലൂറിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫ്ലൂറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോസീവ് റിയാക്ഷൻ ആണ്. എക്സ്പ്ലോസീവ് ആണ്, അതായത് പൊട്ടിത്തെറി ഉണ്ടാവും. ഓക്കെ, ഇനിയും നമുക്ക് ഇതേപോലെ തന്നെ ക്ലോറിനെ ആഡ് ചെയ്ത പോലെ, ബ്രോമിനെ ആഡ് ചെയ്ത പോലെ ഫ്ലൂറിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്, എക്സ്പ്ലോസീവ് ആണ്. ഇനി അയോഡിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? അയോഡിനേഷനും നടക്കത്തില്ല. അയോഡിനേഷൻ ഓൾസോ എന്താ? അയോഡിനേഷൻ നടക്കും, പക്ഷെ അത് അയോഡിനേഷൻ ഈസ് സ്ലോ ആണ്.
സ്ലോയുമാണ്, അതേപോലെ തന്നെ റിവേഴ്സിബിളും ആണ്. അതായത് ഇപ്പം CH4 ഐ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് CH3 ഐ ആയിട്ട് മാറും. പക്ഷെ അത് റിവേഴ്സ് റിയാക്ഷൻ നടന്നിട്ട് വീണ്ടും CH4ഉം ഐയും ആയിട്ട് വീണ്ടും റിവേഴ്സ് ചെയ്യും. അതുകൊണ്ട് സ്ലോയുമാണ്, റിവേഴ്സിബിളും ആയതുകൊണ്ട് തന്നെ യൂഷ്വലി അയഡിനേഷനും ചെയ്യാറില്ല. അപ്പൊ അയഡിനേഷനും ക്ലോറിനേഷനും നമ്മൾ അല്ലെങ്കിൽ ക്ലോറോ ക്ലോറോ മീഥൈനും അതേപോലെ തന്നെ എന്താണ് ബ്രോമോ മീഥൈനും പോലെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. ഫ്ലൂറിനേഷനും ഫ്ലൂറിനേഷനും അതേപോലെ തന്നെ എന്താണ് അയഡിനേഷനും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ പ്രോസസ്സ് വഴി ചെയ്യാറില്ല. ഓക്കെ ആണല്ലോ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ വേണമെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ നടത്താം, ക്ലോറിനേഷൻ നടത്താം. എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിനെ ബെൻസൈൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. ഇത് അതായത് CH3 ടൊളുവിൻ. ഈ ടൊളുവിൻ ഇതിനകത്തോട്ട് നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്തിട്ട് UV ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ പൊട്ടും. ക്ലോറിൻ പൊട്ടിയിട്ട് ഒരു ക്ലോറിൻ വന്ന് ഈ CH3യുടെ ഒരു ഇതിനെ മാറ്റിയിട്ട് അവിടെ CH2Cl ആയിട്ട് മാറും. CH2Cl ആയിട്ട് മാറും. ഇത് ബെൻസൈൽ ക്ലോറൈഡ് ആണ്. മനസ്സിലായോ? അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ വേറെ ഒരു അല്ലൈലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നമുക്കറിയാം CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിനകത്തോട്ട് ബ്രോമിനെയോ ക്ലോറിനെയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ UV ലൈറ്റ് വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രോമിൻ ആഡ് ആവുന്നത് എവിടെയായിരിക്കും എന്നറിയാമോ? അത് ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരും, CH2 ഇവിടെ ഒരു Br വരും, ബാക്കി എന്താ അതേപോലെ തന്നെ CH ഡബിൾ ബോണ്ട് CH2 വരും. ഇത് അല്ലൈൽ കോമ്പൗണ്ട്, ഇത് അല്ലൈൽ ക്ലോറൈഡ്, അല്ലൈൽ ബ്രോമൈഡ് എന്നാണ് പറയുന്നത്. അല്ലൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റം ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ പറയുന്ന പേരാണ് അല്ലൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് ഒക്കെ ഓർത്ത് വെച്ചാൽ ഇതൊക്കെ വളരെ എന്താണ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, നോക്കിക്കോണം. അത് CH3 CH2 CH3 പ്രൊപ്പൈൻ ആണ്. ഇതിനെ ക്ലോറിനേറ്റ് ചെയ്യാൻ പോവാണ് UV ലൈറ്റിന്റെ പ്രസൻസിൽ. ഉറപ്പായിട്ടും ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ ആണ് നടക്കുന്നത്. എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ക്ലോറിൻ ഇവിടെ വരാം. അപ്പം CH3 CH2 CH2 Cl ആവാം. അതായത് ക്ലോറോമീഥൈൻ അല്ല ക്ലോറോപ്രോപ്പൈൻ പ്ലസ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഹൈഡ്രജനെ ആണോ റീപ്ലേസ് ചെയ്തതെന്ന്. വേണമെങ്കിൽ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ ഇവിടെയും വരാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് CH3 CH Cl CH3. ഇത് എന്താണ് 2 ക്ലോറോ എന്താ 2 ക്ലോറോ പ്രൊപ്പൈൻ ആണ്. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ ഈ ഹൈഡ്രജനകത്ത് ഈ ക്ലോറിനെ മാറ്റിയിട്ട് ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഈ ക്ലോറിൻ ഇവിടെ വരാം. പക്ഷെ അങ്ങനെ വരാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാലും ആ ക്ലോറിനെ വേണം, ക്ലോറിനുള്ള കാർബൺ ആറ്റത്തെ ഫസ്റ്റ് കാർബൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ക്ലോറോ പ്രൊപ്പൈൻ തന്നെ. അപ്പൊ ഈ കേസിൽ രണ്ട് മെയിൻ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ക്ലോറിനേഷൻ ഓഫ് പ്രൊപ്പൈൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമേ. CH3 ഇവന്റെ പേര് നിയോപെന്റേൻ അല്ലെങ്കിൽ 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ, അങ്ങനെ രണ്ട് രീതിയിലും പറയാം. ഇതിനെ ക്ലോറിനേറ്റ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിനെ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 പ്രൊഡക്റ്റ് ആണോ ഉണ്ടാകുന്നത് അതോ ഒരു പ്രൊഡക്റ്റ് ആണോ ഉണ്ടാകുന്നത്? നോക്കിയേ, ഈ ക്ലോറിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്റെ പേര് 1-chloro-2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഇനി ഈ ക്ലോറിൻ ഇവിടെ വന്നാലോ? അപ്പം ഇതിനെ ഫസ്റ്റ് കാർബൺ ആറ്റം എടുത്തിട്ട് അതും 1-chloro-2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ തന്നെ വരും. ഇനി ഈ ക്ലോറിൻ ഇവിടെ വന്നാലോ? അപ്പോഴും 1-chloro-2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. താഴെ വന്നാലും അത് തന്നെ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 4 പ്രൊഡക്റ്റ് ഒന്നും എഴുതി വെച്ചേക്കല്, പരീക്ഷയ്ക്ക് അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അപ്പൊ ഇവിടെ ആകെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്താ? CH3 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 ഇവിടെ ഒരു CH2Cl. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവന്റെ പേര് 1-chloro-2,2-ഡൈമീഥൈൽ എന്താണ്? ഡൈമീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, അപ്പം ഹാലോ ആൽക്കെയിന് നമുക്ക് ആൽക്കെയിനിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത് നമ്മൾ ആൽക്കീനിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്താ?
അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ആൽക്കീനിൽ തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്നും ഉണ്ടാക്കാം, ആൽക്കീനിൽ നിന്ന് തന്നെ എന്താണ് സിമെട്രിക്കൽ ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്നും ഉണ്ടാക്കാം, അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഇതിനകത്തുനിന്നും ഉണ്ടാക്കാം. ഇപ്പൊ നമുക്കൊരു സിമെട്രിക്കൽ നോക്കാം. ഇപ്പം CH2 ഡബിൾ ബോണ്ട് CH2, ഇതിനകത്തോട്ട് ഞാനൊരു ഹൈഡ്രജൻ ഹാലൈഡ് HCl ആഡ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും വന്ന് ചേർന്നിട്ട് ഇവിടെ CH2 എന്നുള്ളത് CH3യും ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് CH2Cl ആയിട്ട് മാറും. കണ്ടോ, ഇതൊരു ഹാലോ ആൽക്കൈൻ ആയിട്ട് മാറി. ഇത് ക്ലോറോ ഇതേനാ. ഓക്കെ ആണല്ലോ. ഇത് സിമെട്രിക്കലാ, കാരണം ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തും ഒരു കാർബൺ ഇപ്പുറത്തും ഒരു കാർബൺ. ഇങ്ങനെ വന്നാലും അതായത് CH3 CH2 CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് HCl ആഡ് ചെയ്താലും ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നത്. അത് നമ്മൾ CH3 CH ഇവിടെ ഒരു CH3 CH ഇവിടെ ഒരു Cl സിംഗിൾ ബോണ്ട് CH ഇവിടെ ഒരു Cl ഇവിടെ ഒരു CH3, ഇത് 1,2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ വരും. മനസ്സിലായോ? ഇത് സിമെട്രിക്കലാ. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തും രണ്ടെണ്ണം ഇപ്പുറത്തും രണ്ടെണ്ണം. എന്നാൽ ആൽക്കീനകത്ത് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ഉണ്ട്. അതിനകത്ത് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം പഠിച്ച റൂൾ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2, ഇതിനകത്തോട്ട് HCl ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് നേരത്തെ പോലെ ഒന്നിവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഇത് അൺസിമെട്രിക്കലാ. അപ്പം മാർക്കോണിക്കോഫ് റൂൾ വെച്ചിട്ട് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിംഗ് മോളിക്യൂൾ വിൽ ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട്. ഇത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിൽ ചെല്ലുമെന്ന് പറയുമ്പോൾ ഇത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് CH3 CH Cl സിംഗിൾ ബോണ്ട് CH3. ഇത് 2 ക്ലോറോ പ്രൊപ്പൈൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ക്ലോറിൻ ഇവിടെ വന്ന് റിയാക്ട് ചെയ്യത്തില്ല ചില ക്ലോറിൻ എന്ത് ചെയ്യും? നമുക്ക് ലക്ഷക്കണക്കിന് HCl മോളിക്കൂളും ലക്ഷക്കണക്കിന് പ്രൊപ്പൈൻ മോളിക്കൂളും ഉണ്ട്. അപ്പൊ അതിനകത്തെ ഒരു 90% ഈ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ 99%, 1% മാത്രം എന്താ, 1% എന്താണ് മോളിക്യൂൾസ് മാത്രം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. CH3 CH2 CH2Cl 1 ക്ലോറോ പ്രൊപ്പൈൻ. ഇത് മൈനർ പ്രൊഡക്റ്റ് ആണ്, ഇത് മേജർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഇനി ആദ്യം ആലോചിക്കേണ്ടത് ഒരു കാര്യം ആലോചിക്കേണ്ടത്, മാർക്കോണിക്കോഫ് റൂളിനകത്ത് HClഉം HBrഉം HIനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാർക്കോണിക്കോഫ് റൂൾ, ഇത് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണ് നടക്കുന്നത്. അതിനകത്ത് HFനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെ മാർക്കോണിക്കോഫ് റൂൾ വെച്ചിട്ട് റിയാക്ഷനിൽ പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ തന്നെ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിലോ അത് ആന്റി മാർക്കോണിക്കോഫ് റൂളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നത്. അപ്പൊ അത് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl കൊടുക്കുകയാണ്. ആന്റി മാർക്കോണിക്കോഫ് റൂളിനകത്ത് എന്താണ് HCl പറ്റത്തില്ല കേട്ടോ. ആന്റി മാർക്കോണിക്കോഫ് റൂളിനകത്ത് HCl ആഡ് ചെയ്യാൻ പറ്റത്തില്ല, HI ആഡ് ചെയ്യാൻ പറ്റത്തില്ല, പകരം HBr ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ HF പറ്റത്തില്ല. HF എന്താണ് രണ്ടിനകത്തും പറ്റത്തില്ല. HBr ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോണം, ഇവിടെ പെറോക്സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോണം, ഇത് ആന്റി മാർക്കോണിക്കോഫ് റൂൾ ആണ്. അപ്പം പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഇവിടെ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് പാർട്ട് നേരെ എവിടെയാ പോകുന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിംഗ് മോളിക്യൂൾ വിൽ ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ CH3 അല്ലേ ഗ്രേറ്റർ, അവിടെ ഹൈഡ്രജൻ കൂടുതലുള്ളത് ഇവിടെയല്ലേ ഈ കാർബൺ? അങ്ങനെയല്ല, ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആണ് നോക്കുന്നത്. അപ്പൊ നേരത്തെ നടന്നതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടന്നിട്ട് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് CH3 CH2 CH2Cl ആയിട്ടുള്ള 1 ക്ലോറോ പ്രൊപ്പൈൻ. നേരത്തെ മൈനർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആള് ഇവിടെ മേജർ പ്രൊഡക്റ്റ് ആവും. അപ്പം മറ്റേത് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതും ഉണ്ടാവും, അത് വളരെ കുറവ്. CH3 CHCl CH3 ഉണ്ടാവും, 2 ക്ലോറോ പ്രൊപ്പൈൻ ഉണ്ടാവും. ഇതൊരു 99% ഉണ്ടായാൽ ഇതൊരു 1% ഉണ്ടാകത്തുള്ളൂ എന്നർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ആൽക്കീനിൽ നിന്ന് ആലോ ആൽക്കീനെ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ആൽക്കീനകത്തോട്ട് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തിയതെങ്കിൽ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അടുത്തത് ഈ ആൽക്കീനകത്തോട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ക്ലോറിനെയും ബ്രോമിനെയും ഒക്കെ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മളിപ്പം CH2 ഡബിൾ ബോണ്ട് CH2, ഇതൊരു ആൽക്കീനാന്ന് മനസ്സിലായി. നേരത്തെ നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ് ആണ് ആഡ് ചെയ്തെങ്കിൽ ഇപ്പൊ നമ്മൾ വെറും ക്ലോറിൻ ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഒരു ക്ലോറിൻ ഇവിടെ വരും, ഒരു ക്ലോറിൻ ഇവിടെ വരും, ഈ ഡബിൾ ബോണ്ട് കൊണ്ടും.
വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതായത് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു, ഒരു ക്ലോറിൻ ഇവിടെ ഒരു ക്ലോറിൻ ഇവിടെ. ഇവന്റെ പേര് എന്ന് പറയുന്നത് വൺ വൺ ടു ഡൈക്ലോറോ ഈഥെയ്ൻ ഡൈക്ലോറോ ഈഥെയ്ൻ എന്നാണ്. ഓക്കെ, ഈ ഒരു ടെസ്റ്റിനെ നമ്മൾ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു പാത്രത്തിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കോമ്പൗണ്ടിന് ഡബിൾ ബോണ്ട് ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഈ റിയാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്നറിയോ, നമ്മൾ ബ്രോമിനാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ഒരു പാത്രത്തിനകത്ത് എടുത്തു വെച്ചിരിക്കുക. തൊട്ടിപ്പുറത്തെ പാത്രത്തിനകത്ത് CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ടുള്ള ഈഥെയ്ൻ എടുത്തു വെച്ചിരിക്കുക. രണ്ടും കളർലെസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഏതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ രണ്ടിനകത്തും Br2 ആഡ് ചെയ്തു. Br2 ബ്രോമിൻ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് CCl4 കൂടെ ആഡ് ചെയ്യാണ്. ബ്രോമിൻ ഇൻ CCl4ന് ഒരു ബ്രൗൺ കളറാണ്. ബ്രോമിൻ ഇൻ CCl4ന് ഒരു ബ്രൗൺ കളറാണ്, റെഡിഷ് ബ്രൗൺ കളറാണ്. അപ്പം ഈ CH3 ഈഥെയ്നകത്തോട്ട് ഞാൻ Br2 പ്ലസ് CCl4 ഒഴിച്ച സമയത്ത് അതിന്റെ കളറായിട്ടുള്ള റെഡിഷ് ബ്രൗൺ എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ കളർലെസ് ആയിട്ടുള്ള ഇതിനകത്തോട്ട് ഞാൻ Br2 പ്ലസ് CCl4 ഒഴിച്ചപ്പോൾ അത് റെഡിഷ് ബ്രൗൺ ആണല്ലോ, വേണമല്ലോ ആകാനായിട്ട്. പക്ഷെ റെഡിഷ് ബ്രൗൺ കളർ മാറി, അത് കളർലെസ് ആയിട്ട് മാറും. അതിന്റെ കാരണം എന്താണെന്നറിയോ, ഈ ബ്രോമിൻ ഒരെണ്ണം ഇവിടെയും ചേർന്നിട്ട് ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചുകൊണ്ടാണ്. അപ്പം അത് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ റെഡിഷ് ബ്രൗൺ കളറുള്ള ഈ സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെഡിഷ് ബ്രൗൺ കളർ കളർലെസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് മനസ്സിലായി അത് CH2 സിംഗിൾ ബോണ്ട് CH2 Br Br എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ടാണ് അത് എന്ത് സംഭവിച്ചത്, അതിന്റെ കളർ നഷ്ടപ്പെട്ടത്. പക്ഷെ ഇവിടെ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആളിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രോമിന് വന്നിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. മാത്രമല്ല ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പൗണ്ട് എന്താണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിന് കാരണം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ആൽക്കെയിൻസിനകത്തുനിന്ന് എങ്ങനെ ആലോ ആൽക്കേനെ ഉണ്ടാക്കാം, ആൽക്കീൻസിനകത്തുനിന്ന് എങ്ങനെ ആലോ ആൽക്കേനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ആൽക്കഹോളിൽ നിന്നകത്തുനിന്ന് ആലോ ആൽക്കേനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പഠിക്കാം. അപ്പം ആൽക്കഹോളിന്റെ കേസ് വരുന്ന സമയത്ത് ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ആലോ ആൽക്കേനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഒന്നുമില്ല, നമ്മൾ ഒരു ആൽക്കഹോൾ എടുക്കുക, അതായത് CH3 CH2 OH എടുക്കുക. ഇതിനകത്തോട്ട് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുക, HCl ആയിക്കോട്ടെ. എന്ത് സംഭവിക്കും? ഇത് ഞാൻ ZnCl2ന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അപ്പൊ ZnCl2ന്റെ പ്രസൻസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഇത് ബ്രേക്ക് ആവും. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് Cl ഇവിടെയും OH ഇവിടെയും വരുമ്പോൾ ഇവിടെ CH3 CH2 Cl ഉണ്ടാകത്തില്ലേ? ഇതൊരു ഹാലോ ആൽക്കേൻ അല്ലേ? പ്ലസ് H2O ഉണ്ടാകത്തില്ലേ? ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ റിയാക്ഷന്. HCl പ്ലസ് ZnCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചോണം, ലൂക്കാസ് റിയേജന്റ്. ഇനി ഏറ്റവും കൂടുതൽ ഒരു കാര്യം ആലോചിക്കണം, ഈ ലൂക്കാസ് റിയേജന്റ് വെച്ചിട്ട് നമുക്ക് ഒരു ആൽക്കഹോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് അറിയാൻ പറ്റും. അതൊക്കെ ആൽക്കഹോളിനകത്ത് നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബ്രോമിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CH3 CH2 OHനകത്തോട്ട് നമ്മളിപ്പോ ബ്രോമോ ഈഥേൻ ഉണ്ടാക്കണം. നമ്മൾ HBrനെ ആണല്ലോ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഡയറക്റ്റ് HBrനെ ആഡ് ചെയ്യുന്നതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് HBrനെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇതിനകത്തോട്ട് NaBrഉം H2SO4 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അതാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NaBrഉം H2SO4 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് അവിടെ HBr ഉണ്ടാവും. ആ HBr പോയിട്ടാണ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാ, അല്ലെങ്കിൽ HBr ആഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ റിയാക്ഷൻ നടക്കൂല. അപ്പൊ നമ്മൾ ആൽക്കഹോളിനെ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. നമ്മൾ 48% കോൺസെൻട്രേറ്റഡ് HBr ആഡ് ചെയ്താൽ മാത്രമേ ഡയറക്റ്റ് റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കാതെ ഇങ്ങനെ കുറേ നേരം നിൽക്കും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എന്താ ടൈം നഷ്ടം, പ്രൊഡക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പം ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ CH3 CH2 Br അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HBr ഉണ്ടാകുന്നു. ആ Br ഇതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ഒരു NaHSO4ഉം അതേപോലെ തന്നെ H2O ഉണ്ടാവും. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, NaHSO4 ഇതും 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 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് HBr ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HBrനെ നിങ്ങളൊരു
48% എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം. ഇതേപോലെ തന്നെ അയഡിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും CH3 CH2 OHനകത്ത് നിങ്ങൾക്ക് അയഡിനെ ആഡ് ചെയ്യണം. അയഡിനെ ആഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് HI ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, 57% HI വേണം ആഡ് ചെയ്യാൻ, എന്നാലേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് അത്രയും കോൺസെൻട്രേഷനിൽ ഇതൊക്കെ എടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം, നമ്മൾ ഒരു 95% H3PO4 അതും KIയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ H3PO4ഉം KIയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തായാലും അവിടെ എന്തുണ്ടാവും, HI ഉണ്ടാവും. ആ HIക്കകത്ത് I പോയിട്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് CH3 CH2 I പ്ലസ് ഉണ്ടാകുന്നത്, H2O ഉണ്ടാകുന്നത്. H2O പിന്നെ ഇതിന്റെ കൂടെ KH2PO4 ഉണ്ടാവും. അതായത് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇതിന്റെ പേര് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നാണ്. പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് നമ്മൾ H3PO4 ആസിഡ് ആണല്ലോ, H3PO4 ആസിഡ് ആണ്, ആ ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ആണ്. H3PO4 എന്ന് പറയുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ മുകളിൽ ഉപയോഗിച്ച പോലെ H2SO4 ഉപയോഗിച്ചില്ല? NaBr നേരത്തെ H2SO4 അല്ലേ ഉപയോഗിച്ചത്? ഇവിടെ എന്തുകൊണ്ട് KIയുടെ H2SO4 ഉപയോഗിക്കുന്നില്ല? അതിന് കാരണമുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് ഈ HI, അതായത് ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HI ഫോം ചെയ്യുമല്ലോ, ആ ഫോം ചെയ്ത HIനെ വീണ്ടും അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് HI ആണ് വേണ്ടത്. ആ HI വന്നാൽ മാത്രമേ ഈ I പോയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ പക്ഷേ ഈ HI ഫോം ചെയ്യുന്നതിനെ പെട്ടെന്ന് തന്നെ I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന പോലെ തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജനും അല്ലേ. അപ്പം ഈ ഹൈഡ്രജൻ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് ഐഡിൻ ഫോം ചെയ്യും. അപ്പൊ ഐഡിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ കാരണം. ഓക്കെ ആണല്ലോ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് H2SO4 ആഡ് ചെയ്യുന്നില്ല, അത് ഒരു മാർക്കിന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഫോസ്ഫറസ് ഹാലൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോളിനകത്തോട്ട് കുറച്ച് ഫോസ്ഫറസ് ഹാലൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാലോ ആൽക്കേൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാമോ, നമ്മളൊരു ഹാലോ ആൽക്കേൻ എടുക്കുന്നു, CH3 CH2 OH എടുത്തിട്ട് അതിനകത്തോട്ട് PCl3 ആഡ് ചെയ്യുന്നു. PCl3 ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി CH3 CH2 Cl ഉണ്ടാവും, പ്ലസ് ഇതിലൂടെ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് ഉണ്ടാവും. സോറി, ഫോസ്ഫറസ് ആസിഡ്, മറ്റേത് ഫോസ്ഫോറിക് ആസിഡ് ആയിരുന്നു, അത് H3PO4 ആയിരുന്നു. ഇത് H3PO3 ഇത് ഫോസ്ഫറസ് ആസിഡ്, അത് ഫോസ്ഫോറിക് ആസിഡ്. ഇനി ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് മാത്രമല്ല ഫോസ്ഫറസ് ഹാലൈഡ് ആയിട്ടുള്ളത്, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡും ഉണ്ട്. അത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. CH3 CH2 OH ന്റെ PCl5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും CH3 CH2 Cl പ്ലസ് എന്താ, POCl3 പ്ലസ് HCl ഉണ്ടാവും. ഈ റിയാക്ഷൻ ഓർത്ത് നോക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. CH3 CH2 OH നെ നീട്ടി വരയ്ക്കാം. PCl5നെ ഇവിടെ PCl3 ആക്കിയിട്ട് ഒരു Cl ഇവിടെ ഒരു Cl വെക്കുക. ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ, ഇത് കട്ട് ചെയ്തിട്ട് കണ്ടോ, ഇതിപ്പം CH3 CH2 Cl, ഇത് ഇത് ഇങ്ങനെ, അതേപോലെ ഇത് ഇങ്ങനെ. ഓക്കെ ആണല്ലോ. ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒതുങ്ങി കിടക്കുന്ന റിയാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അത് ഒരു അണ്ടർലൈൻ ഇട്ട് പഠിച്ചോളൂ. അതായത് ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കേനെ നമുക്ക് റെഡ് ഫോസ്ഫറസിലൂടെയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അതായത് നമ്മളിപ്പോ ഒരു CH3OH എടുക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ റെഡ് ഫോസ്ഫറസ് ആഡ് ചെയ്യാണ്. റെഡ് ഫോസ്ഫറസ് എന്ന് എവിടെ കണ്ടാലും ഓർത്ത് വെച്ചോണം ഈ റിയാക്ഷൻ ആണ്. കാരണം ഈ എൻറ്റയർ കെമിസ്ട്രിക്കകത്ത് റെഡ് ഫോസ്ഫറസ് ഉള്ള ഒറ്റ റിയാക്ഷൻ ഉള്ളത് ഇതാണ്. ഓക്കെ, റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഡയറക്റ്റ് ക്ലോറിനെയോ അല്ലെങ്കിൽ ബ്രോമിനെയോ അല്ലെങ്കിൽ അയഡിനെയോ ആഡ് ചെയ്യാം. നമുക്ക് ബ്രോമിനെ ആഡ് ചെയ്യാം, Br2 ആഡ് ചെയ്യാണ്. അപ്പം അതെന്തുണ്ടാവുന്ന പറയാം, ഈ OH നെ റീപ്ലേസ് ചെയ്തിട്ട് Br വരും, CH3Br വരും. ഇത്ര ഓർത്തിരുന്നാൽ ഇങ്ങനെയും റെഡ് ഫോസ്ഫറസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആൽക്കഹോളിനെ ഹാലോ ആൽക്കീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ എന്ന് പറയുന്നത് the reaction of alcohol with thionyl chloride ആണ്. അതായത് CH3 CH2 OH നകത്തോട്ട് SOCl2 ആഡ് ചെയ്യുന്നു. ഓക്കെ, SOCl2 ആഡ് ചെയ്യുമ്പോൾ അവിടെ CH3 CH2 Cl പ്ലസ് SO2
ഇവല്യൂഷന് കാണിക്കാൻ വേണ്ടി മുകളിലോട്ട് ആരോ പ്ലസ് HCl, ഇതും എവല്യൂഷൻ ആണ്, ഗ്യാസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത് പ്യൂർ ആയിട്ട് തന്നെ കിട്ടും. ബാക്കിയുള്ള എല്ലാം പെട്ടെന്ന് ആവിയായി പോകും. മറ്റുള്ള മെത്തേഡിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരും കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ള കാര്യം ആലോചിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ 4 മെത്തേഡാണ് ഇപ്പോൾ ഹാലോ ആൽക്കീൻ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. ആൽക്കേനിൽ നിന്നുണ്ടാക്കാൻ പഠിച്ചു, ആൽക്കീനിൽ നിന്നുണ്ടാക്കാൻ പഠിച്ചു, ആൽക്കഹോളിൽ നിന്നുണ്ടാക്കാൻ പഠിച്ചു. ഇനി ഹാലോ ആൽക്കേനിൽ നിന്ന് തന്നെ ഹാലോ ആൽക്കേൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 മെത്തേഡാണ്. അത് നെയിം റിയാക്ഷൻ ആണ് ഫ്രം ഹാലോ ആൽക്കേൻ. അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യത്തെ റിയാക്ഷൻ പറയുന്നത് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. ഫിങ്കൽസ്റ്റീൻ. ഞാനത് ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചപ്പോൾ IN വന്നു, ഇവിടെയും IN വന്നു. അപ്പം അയോഡിൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് ഞാൻ അങ്ങ് പഠിച്ചു. ഓക്കെ. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിലോ ആൽക്കൈൽ ക്ലോറൈഡിലോ ആഡ് ചെയ്യാം. ഞാൻ CH3Br എടുക്കുന്നു. ഇതിനകത്ത് സോഡിയം അയോഡൈഡ് ആണ് എടുക്കുന്നത്. അയഡിനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അയഡിനുള്ള സോഡിയം അയോഡൈഡ് നമ്മൾ എടുത്തു. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ, റിവേഴ്സിബിൾ ആണിത്, ഡ്രൈ അസറ്റോൺ. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? അവിടത്തെ കണ്ടോ? അപ്പം ഒരു ആൽക്കേനെ മാറ്റിയിട്ട് വേറൊരു ആൽക്കേനെ വരുമോ? അപ്പൊ ഹാലോ ആൽക്കേനിൽ നിന്ന് തന്നെ ഹാലോ ആൽക്കേനെ ഉണ്ടാക്കി എടുക്കുന്ന മെത്തേഡാണിത്. അപ്പൊ CH3 എന്താണ് I വരുന്നു, പ്ലസ് എന്താണ് NaBr വരുന്നു. കണ്ടോ? ഹാലോ ആൽക്കേനെ ഉണ്ടാക്കിയില്ലേ? ഹാലോ ആൽക്കേനിൽ നിന്ന് തന്നെ ഹാലോ ആൽക്കേനെ ഉണ്ടാക്കിയില്ലേ? ഈ സെയിം റിയാക്ഷൻ നമുക്ക് ക്ലോറിൻ വെച്ച് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, നമുക്ക് ഫ്ലൂറിൻ ഉണ്ടാക്കാൻ എല്ലാ മെത്തേഡ് വെച്ചിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു 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 സെറ്റപ്പാണ് ഫ്ലൂറിൻ ഉണ്ടാക്കാൻ. നമ്മൾ പറഞ്ഞല്ലോ, ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ഫോടനം നടക്കും. അതേപോലെ തന്നെ എന്താണ് ആൽക്കീൻസിൽ നിന്നും ഫ്ലൂറിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സാച്ചുറേറ്റഡ് ഒന്നും ഈ ഫ്ലൂറിനേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഹാലോ ആൽക്കെയിനിൽ ഫ്ലൂറോ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് സ്വാർട്സ് റിയാക്ഷൻ എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കും. ബാക്കി മെത്തേഡൊക്കെ വെച്ചിട്ട് ഫ്ലൂറിനെ ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ്പ്ലോസീവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ആൽക്കൈൽ ബ്രോമൈഡോ ആൽക്കൈൽ എന്താണ് ഒന്നെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് എടുക്കുന്നു. ബ്രോമൈഡ് തന്നെ എടുക്കാം. CH3Br എടുക്കുന്നു. ഇതിനകത്തോട്ട് മെറ്റാലിക് ഫ്ലൂറൈഡ് AgF ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയാമോ? ഈ BF ഇവിടെ വന്നു, Br ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ CH3F പ്ലസ് എന്താണ് AgBr വരുന്നു. അപ്പം CH3F എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റാലിക് ഫ്ലൂറൈഡ് ആണ്. മെറ്റാലിക് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡിനെ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സ്വാർട്സ് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ആലോചിക്കും. ഓക്കെ. കാരണം മറ്റുള്ള റിയാക്ഷൻസിൽ പലതും ഫ്ലൂറിൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് ഒക്കെ എക്സ്പ്ലോസീവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഹാലോ ആൽക്കൈന്റെ എല്ലാ റിയാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി ഹാലോ അലീൻസിന്റെ എന്താണ് കെമിക്കൽ റിയാക്ഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഹാലോ അലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബെൻസീൻ റിംഗിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിനോ ബ്രോമിനോ ഫ്ലൂറിനോ അയഡിനോ ഒക്കെ വരുന്നതിനാണ് എന്താണ് ഹാലോ അലീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബെൻസീൻ റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി അലീൻസിന് നമുക്ക് ഹാലോ അലീൻസിനെ നമുക്ക് ഡയറക്റ്റ് ബെൻസീൻ റിംഗിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. ഈ ഡയറക്റ്റ് ബെൻസീനിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻ ഓർത്ത് വെച്ചോണം. അപ്പൊ ഡയറക്റ്റ് ബെൻസീനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്ലോറിനേഷനോ ബ്രോമിനേഷനോ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇതാണല്ലോ ബെൻസീൻ. ബെൻസീനിന്റെ എല്ലാ ജോയിന്റിലും ഹൈഡ്രജൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, നമ്മൾ അത് കൊടുക്കാത്തതാണ്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒരു ലൂയിസ് ആസിഡിന്റെ ഒന്നെങ്കിൽ ക്ലോറിൻ ആഡ് ചെയ്യുന്നെങ്കിൽ FeCl3, ബ്രോമിൻ ആഡ് ചെയ്യുന്നെങ്കിൽ FeBr3. ഇത് കണ്ടീഷൻ കൊടുക്കുന്നത് ഡാർക്ക് കൊടുക്കണം, കോൾഡ് കണ്ടീഷൻ കൊടുക്കണം. അങ്ങനെ ഈ FeCl3 ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഈ ഒരു ക്ലോറിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ്. ബാക്കി ഒരു ക്ലോറിൻ തന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ക്ലോറിൻ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ ആവും. അപ്പം ഈ പിടിച്ചു വെച്ചിരിക്കുന്ന FeCl3 ഒരു ക്ലോറിനെ പിടിച്ചു വെക്കുമ്പോൾ അത് FeCl4 മൈനസ് ഒന്ന് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ പിടിച്ചു വെച്ച ക്ലോറിനെ വിട്ടുകൊടുക്കുമ്പോൾ ഇവിടെ ഒന്ന് മാറ്റപ്പെട്ട ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് അത് HCl ഉണ്ടാകും. ഇത് ഡാർക്ക് കോൾഡ് കണ്ടീഷനിൽ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോണം. ഓക്കെ. നേരത്തെ നമ്മളൊരു റിയാക്ഷൻ നടത്തിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ടൊളുവിൻ എടുത്തിട്ട് CH3 ടൊളുവിൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തൊരു ക്ലോറിനെ ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ്.
അപ്പൊ നമുക്ക് ബെൻസൈൽ ക്ലോറൈഡ് ആയിരുന്നു കിട്ടിയത്, CH3Cl ആയിരുന്നു കിട്ടിയത്. എന്നാൽ അതേ റിയാക്ഷൻ തന്നെ ഇരുട്ടത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഈ സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ ഇരുട്ടത്ത് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ എന്തെടുക്കുന്നു, നമ്മളൊരു ടൊളുവിനെടുക്കുന്നു, അതിനകത്ത് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നു. പക്ഷെ നേരത്തെ ക്ലോറിനെ ആഡ് ചെയ്തത് സൺലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ ഇവിടെ നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യുന്നത് ഇരുട്ടിന്റെ പ്രസൻസിലാണ്, അതായത് ഡാർക്കും കോൾഡ് കണ്ടീഷനുമാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ലൂയിസ് ആസിഡ് ഉപയോഗിക്കണം, FeCl3 ഉപയോഗിക്കാം. ഇവിടെ നേരത്തെ ഉണ്ടായ ബെൻസൈൽ ക്ലോറൈഡ്, അതായത് CH3കകത്ത് Hനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്. പകരം ഇവിടെ മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അത് CH3ക്ക് ഒരു മാറ്റവും ഇല്ല. ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിൻ വരുന്നു, അതേപോലെ തന്നെ പാരാ പൊസിഷനിൽ ഒരു ക്ലോറിൻ വരുന്നു. അങ്ങനെ ഓർത്തോ ക്ലോറോ ടൊളുവിനും പാരാ ക്ലോറോ ടൊളുവിനും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓർത്തോണം ഡാർക്ക് കോൾഡ് കണ്ടീഷൻ. ഇത് തന്നെ ബ്രോമിനും സംഭവിക്കുവേ. ഈ രണ്ട് റിയാക്ഷൻ നമുക്ക് ബ്രോമിൻ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച ഒരു റിയാക്ഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ബെൻസീനെ നമ്മളിപ്പം ക്ലോറിൻ ആഡ് ചെയ്ത് എങ്ങനെയാ, ഇരുട്ടത്താണ് ആഡ് ചെയ്തത്. എന്നാൽ ബെൻസീനകത്തോട്ട് ക്ലോറിനെ നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ UV ലൈറ്റിന്റെ പ്രസൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ആളുണ്ടാവും. അതായത് ഇതിനെ ഞാൻ എന്താണ് ബോണ്ട് ആയിട്ട് തന്നെ വരയ്ക്കുക. അപ്പൊ ഈ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് അവിടെ അതിന് പകരം ഈ ക്ലോറിൻ അല്ല, ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു മൂന്ന് ക്ലോറിൻ കൊടുക്കാം. അപ്പൊ മൊത്തം 6 ക്ലോറിൻ ആറ്റങ്ങൾ വരും. ഈ 6 ക്ലോറിൻ ആറ്റം ഇവിടെയുള്ള എല്ലാ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരും. അപ്പൊ ഡബിൾ ബോണ്ടും ബ്രേക്ക് ആവും. അപ്പൊ അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും അത് നടക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl. അതായത് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയും, BHC എന്ന് പറയും. ഓക്കെ ആണല്ലോ. C6H6 Cl2. അവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തില്ല കേട്ടോ, ഹൈഡ്രജനും അവിടെ ഉണ്ട്. പകരം ഈ ഡബിൾ ബോണ്ടിനെ ആയിരിക്കും അവിടെ റീപ്ലേസ് ചെയ്യുന്നത്. ഇത് ഓർത്ത് വെച്ചോണം, C6H6Cl6. ഇത് ഓർത്ത് വെച്ചേക്കാം. ഓർത്തോണം, നേരത്തെ നമ്മള് എന്താണ് ടൊളുവിനെ നമ്മളിവിടെ രണ്ട് റിയാക്ഷൻ ആണ് പഠിച്ചത്. ഒന്ന് ബെൻസിൻ റിങ്ങിനകത്തോട്ട് ഡയറക്റ്റ് ക്ലോറിനെ ആഡ് ചെയ്യുന്നു, ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലോറോ ബെൻസിൻ ഉണ്ടാവും. രണ്ടാമത്തേത് നമ്മള് അത് ഇരുട്ടത്താണ് നമ്മൾ നടത്തുന്നതെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു റിയാക്ഷനകത്തോട്ട് നമ്മൾ ഡയറക്റ്റ് ബെൻസിനകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്യുന്നു, പക്ഷെ സൺലൈറ്റിന്റെ പ്രസൻസില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി അതേപോലെ നമ്മൾ ടൊളുവിനെടുത്തു, നേരത്തെ നമ്മൾ ടൊളുവിനകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്തത് സൺലൈറ്റിലായിരുന്നു, അപ്പൊ നമുക്ക് ബെൻസൈൽ ക്ലോറൈഡ് ഉണ്ടായി. എങ്കിൽ ഇവിടെ ക്ലോറിനെ നമ്മൾ ഡാർക്ക് കണ്ടീഷനിൽ ടൊളുവിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോ ക്ലോറോ ടൊളുവിനും പാരാ ക്ലോറോ ടൊളുവിനും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് എന്താണ് ഹാലോ അൽക്കേനും ഹാലോ അലീൻസിനും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അവിടെ ഡൈ അസോണിയം സോൾട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ അമീൻസിനകത്ത് പഠിച്ചതാ. ഈ ഡൈ അസോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് N2+ Cl- വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈ അസോണിയം സോൾട്ടുകൾ എന്ന് പറയുന്നത്. അത് എപ്പോഴും അമീൻസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അമീൻസിൽ അരോമാറ്റിക് അമീൻസ് ആയിട്ടുള്ള അനിലിൽ നിന്നാണ് നമ്മൾ ജനറലി ഡൈ അസോണിയം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. അതായത് ആൽക്കൈൽ ആയിട്ടുള്ള ഡൈ അസോണിയം കോമ്പൗണ്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഡൈ അസോണിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, N2+ Cl- വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ബെൻസീൻ റിംഗിലും വരാം, ആൽക്കൈൽ ഗ്രൂപ്പിലും വരാം. അപ്പൊ നമ്മൾ ഡൈ അസോട്ടൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നമ്മൾ എഴുതാൻ പോവാണ്. കാരണം ഹാലോ ആൽക്കേൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഹാലോ അലീൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഡൈ അസോണിയം കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് ഹാലോ ആൽക്കേൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. നമ്മൾ അനിലീൻ എടുക്കുന്നു, NH2. ഇതിനകത്തോട്ട് NaNO2+HCl ആഡ് ചെയ്യുന്നു. കണ്ടീഷൻ 273 to 278 കെൽവിനാണ്. അതായത് 0 to 5 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ കൂടിയാൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, ഈ കോമ്പൗണ്ട് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് ഉണ്ടാകുന്ന കോമ്പൗണ്ട് N2+ Cl- ഉണ്ടാകുന്നത്. ഇവരെയാണ് നമ്മൾ ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഈ റിയാക്ഷനെ ഡൈ അസോട്ടൈസേഷൻ എന്ന് പറയും. ഇനി ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള റിയാക്ഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവരെ എടുത്തു, നമ്മൾ ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡിനെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കുപ്രസ് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. കുപ്രസ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CuCl ആഡ് ചെയ്യുന്നു, ഇൻ പ്രസൻസ് ഓഫ് HCl. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ Cl ആഡ് ആയിട്ട് ഹാലോ അൽക്കേൻ ഉണ്ടാവും. N2 അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പോകുന്നു. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ HCl കൂടി ചേർന്ന് HCl ഒക്കെ ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്ര എഴുതിയാൽ മതി അവിടെ. ഈ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ പേര് സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ്. സാൻ മേയേഴ്സ്
നേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ ബ്രോമിൻ വെച്ചിട്ടും ചെയ്യാം. CuBr ഉപയോഗിച്ചാൽ മതി. അതായത് CuBr ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിന് പകരം ഇവിടെ Br വരും. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി അയഡിൻ വെച്ച് ചെയ്യാം. പക്ഷെ അയഡിൻ വെച്ച് ചെയ്യുമ്പോൾ കുപ്രസ് ക്ലോറൈഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് തന്നെ നമ്മൾ Ki ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം? അയഡോ ബെൻസീൻ ഉണ്ടാക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് ഒരു റിയാക്ഷൻ ഉണ്ട്, ഗാറ്റർമാൻ റിയാക്ഷൻ. നമ്മൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ആൽഡിഹൈഡ്സിനകത്ത് പഠിച്ച പോലെ തന്നെ ആ റിയാക്ഷൻ അല്ല, ഇത് വെറും ഗാറ്റർമാൻ റിയാക്ഷൻ. ഗാറ്റർമാൻ റിയാക്ഷനകത്ത് ഇപ്പൊ സാൻഡേഴ്സ് റിയാക്ഷനകത്ത് കുപ്രസ് ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് സെയിം എന്താണ് ഡയസോണിയം സോൾട്ടിനകത്ത് കോപ്പർ പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം N2 പ്ലസ് Cl മൈനസിനകത്തോട്ട് നമ്മൾ കോപ്പർ പൗഡർ ആഡ് ചെയ്യും, അതായത് Cu കോപ്പർ പൗഡർ ഇൻ പ്രസൻസ് ഓഫ് എന്താ HCl HBr വരാം. HCl ആണെങ്കിൽ അവിടെ ക്ലോറോബെൻസീൻ ഉണ്ടാവും. HCl ആണെങ്കിൽ അവിടെ ക്ലോറോബെൻസീൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഇവിടെ Br ഇവിടെ HCl. അതേപോലെ തന്നെ ബ്രോമിൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ബ്രോമിൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ബ്രോമോബെൻസീൻ ഉണ്ടാവും. ബ്രോമിൻ ആണ്. ഇവിടെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബ്രോമിൻ അല്ല, കോപ്പർ പൗഡർ തന്നെ വന്നിട്ട് ഇവിടെ HBr വരണേ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇവിടെ Cu തന്നെ കോപ്പർ പൗഡർ ആണ്, പക്ഷെ ഇവിടെ HCl വരെ HBr വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രോമിൻ വരും. ഇതിനെ നമ്മൾ ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്, വെറും ഗാറ്റർമാൻ റിയാക്ഷൻ. നമ്മുടെ എന്താണ് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. പ്രിപ്പറേഷനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്നും, അതായത് നമ്മൾ ആലോ ആൽക്കെയിൻസിന്റെയും ആലോ അലൈൻസിന്റെയും ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി. അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു ആലോ ആൽക്കെയിൻസിന്റെയും അലൈൻസിന്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് പഠിച്ചത്. ആലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ആൽക്കെയിൻസിനകത്തുനിന്ന് പ്രിപ്പയർ ചെയ്യാം, ആൽക്കീൻസിനകത്തുനിന്ന് പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ ആൽക്കഹോൾസിനകത്തുനിന്ന് പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ എന്താണ് ഹാലോ ആൽക്കെയിനിൽ നിന്ന് തന്നെ ഹാലോ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അലീൻസിനെ നമുക്ക് ഡയറക്റ്റ് ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, എന്താണ് ടൊളുവിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഡൈ അസോണിയം സോൾട്ടുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലീൻസിനെ നമുക്ക് എന്താണ് ഹലോ അലീൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നേരെ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ആലോചിച്ചു വേണം, ഈ ഇവരുടെ ബോണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ CH ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ഹാലജൻ ബോണ്ട്, CCl ആയിക്കോട്ടെ, CBr ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും മുകളിൽ CF ആയിക്കോട്ടെ, അതേപോലെ തന്നെ CI ആയിക്കോട്ടെ, ഏതിനും പോളാർ നേച്ചർ ഉണ്ട്. കോവാലന്റ് ആണ്, പക്ഷെ പോളാർ നേച്ചർ ഉണ്ട്. കാരണം എന്താ, ഇവനെ ഇങ്ങോട്ടേക്ക് എന്താണ് വലിച്ചു ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നുണ്ടാവും. ഇനി ഇവരുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ ഫ്ലൂറിനാണ് ഏറ്റവും പീരിയോഡിക് ടേബിളിൽ ഏറ്റവും മുകളിലുള്ളത് ഫ്ലൂറിനാണ്, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ കോമ്പൗണ്ടുകളുടെ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു വരുവാണ്. കാരണം ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആള് ഫ്ലൂറിനാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിനായിരിക്കും ഈ ബോണ്ടിനെ അടുത്തോട്ട് നീക്കി വെക്കുന്നത്. അതുകൊണ്ട് അവനായിരിക്കും ഡൈപോൾ മൊമെന്റ് കൂടുതൽ. അപ്പൊ ഡൈപോൾ മൊമെന്റ് മ്യൂ എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്തോണ്ടിരിക്കും? താഴോട്ട് വരുമ്പോഴത്തേക്കും കുറഞ്ഞുകൊണ്ട് ഡിക്രീസിങ് ആണ്. എന്നാൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും താഴോട്ട് വരുമ്പോഴത്തേക്കും എന്താ കൂടിക്കൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, അയഡിന്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോണ്ട് എന്താൽപി താഴോട്ട് വരുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, ബോണ്ട് ലെങ്ത് കൂടുതലുള്ളതിനെ പൊട്ടിക്കാൻ എളുപ്പമാണ്. അപ്പൊ അയഡിനെ ഈ ബോണ്ട് പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോണ്ട് എന്താൽപി എന്ന് പറയുന്നത് മുകളിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് മുകളിൽ താഴോട്ട് വരുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിക്രീസിങ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഇവരുടെ മെൽറ്റിംഗ് പോയിന്റിനെ പറ്റി, ബോയിലിംഗ് പോയിന്റിനെ പറ്റിയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തുനിന്ന് ഒരു മാർക്ക്, ചിലപ്പോൾ ഒരു മാർക്കിന്, ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗിനെ പറ്റി. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പം ഞാൻ CH3Cl എടുക്കുന്നു. ഒബ്വിയസ്ലി ഈ അടുത്ത ഇതിനൊരു സ്ലൈറ്റ് നെഗറ്റീവ്, ഇതിനൊരു സ്ലൈറ്റ് പോസിറ്റീവ് ആണല്ലോ. തൊട്ടടുത്തുള്ള സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വീണ്ടും ക്ലോറിനുമായിട്ട് അടുത്ത മോളിക്കൂൾ വീണ്ടും മോളിൽ, ഇപ്പൊ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു Cl, അതേപോലെ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു Cl. ഞാൻ ഇവരെ പാത്രത്തിൽ എടുക്കുമ്പോൾ ഇവരുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരൊരു പാത്രത്തിൽ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള മോളിക്കൂൾ ആണല്ലോ. അപ്പൊ ഈ മോളിക്കൂളുമായിട്ട് കണ്ടോ ഒരു ബോണ്ടിങ്ങിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ,
അതേപോലെ തന്നെ ഇപ്പൊ ഈ മോളിക്കൂളുമായിട്ട് കണ്ടോ ഇങ്ങനെ ഒരു ബോണ്ട്, കാരണം ഇത് പോസിറ്റീവ് ഇത് അല്ല ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും, അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഇങ്ങനെയും ഒരു ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ ഈ മോളിക്കൂളുകളുടെ ഇടയിലുള്ള ബോണ്ടുകൾ പൊട്ടിക്കുമ്പോഴാണ് അവര് മെൽറ്റ് ആവുന്നതും വേപ്പർ ആവുന്നതും ഒക്കെ, അല്ലാതെ നടുക്കുള്ള ബോണ്ട് പൊട്ടിക്കുമ്പോഴല്ല. ഓക്കെ, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കോവാലന്റ് ആണെങ്കിൽ തന്നെ ഇവർക്ക് ഇച്ചിരി പോളാർ നേച്ചർ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഇച്ചിരി കൂടുതലാണ്. നോർമൽ ഉള്ള കോവാലന്റ് കോമ്പൗണ്ടുകളെക്കാട്ടിലും ഹാലോ ആൽക്കീൻസിന് ഇച്ചിരി ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. പക്ഷേ അയണിക് കോമ്പൗണ്ടിന് അത്രയും വരില്ല, എന്നാലും കൂടുതലാണ്. പക്ഷേ ഈ മെൽറ്റിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയും കുറെ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ എന്താണ് സൈസ് കൂടുന്ന സമയത്ത് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. സൈസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം CH4 നമ്മൾ ഹാലോ ആൽക്കൈൻസ് ഒന്നും എടുക്കുന്നില്ല, പ്യുവർലി ആൽക്കൈൻസ് എടുക്കാം. CH4 CH3 അടുത്തത് CH3 CH2 CH3. ഇപ്പൊ ഇതൊരു നോർമൽ ആൽക്കൈൻസ് അല്ലേ. മോളിൽ താഴോട്ട് വരുന്ന സമയത്ത് ഇവരുടെ ഇടയിലുള്ള ബോണ്ടുകളെ നമ്മൾ വാൻഡർവാൾസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. മോളിക്കൂളുകളുടെ ഇടയിലുള്ള ഫോഴ്സുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ടാവും, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ഉണ്ടാവും, ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് ഉണ്ടാവും, ഇനി അതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സും ഉണ്ടാവും. വാൻഡർവാൾസ് ഫോഴ്സ് ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ ആ മോളിക്കൂളിന്റെ ഇടയ്ക്ക് വാൻഡർവാൾസ് ഫോഴ്സ് എങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കണം. വാൻഡർവാൾസ് ഫോഴ്സ് വളരെ വീക്ക് ആണെങ്കിൽ പോലും നമുക്ക് ബോയിലിംഗ് പോയിന്റിനകത്ത് അതിനൊരു എന്താണ് ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ടത് സൈസ് കൂടുന്ന സമയത്ത്, അതായത് സൈസ് കൂടിയാൽ എപ്പോഴും ആലോചിക്കണം, സൈസ് കൂടിയാൽ വാൻഡർവാൾസ് ഫോഴ്സ് കൂടും, വാൻഡർവാൾസ് ഫോഴ്സ് കൂടും, വാൻഡർവാൾസ് ഫോഴ്സ് കൂടും. വാൻഡർവാൾസ് ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മോളിക്കൂളിന്റെ ഇടയിലുള്ള അട്രാക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടും എന്നുള്ള കാര്യം ഓർത്തോ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ ഇനി ഇപ്പൊ CH4ഉം CH3Cl നോക്കുവാണെങ്കിൽ ഇത് മീഥേന, ഈ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് Cl വന്നത്. ഇവിടത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇപ്പം CH4ഉം അടുത്ത CH4 മോളിക്കൂളും തമ്മിലുള്ള ഇന്ററാക്ഷനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഈ CH3Clഉം അടുത്ത CH3Clഉം തമ്മിലുള്ള ബോണ്ടിങ്. കാരണം അവിടെ ഒരു എന്താണ് ഒരു പോളാർ നേച്ചർ കൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ CH4നെക്കാട്ടിലും എന്തുകൊണ്ടും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും കറസ്പോണ്ടിങ് ഹാലോ ആൽക്കൈന്. ഇപ്പം ഈഥേനെക്കാട്ടിലും എന്തുകൊണ്ടും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ക്ലോറോ ഈഥേന്. അതിന്റെ കാരണം ഇതാണ്, കാരണം അവിടെ ഒരു എന്താണ് ഇന്ററാക്ഷൻ അല്ലെ അട്രാക്ഷൻ കൂടുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിയാലോ. അതായത് ഇപ്പം CH3F എടുക്കുവാണ്, അടുത്തത് CH3Cl എടുക്കുകയാണ്, അടുത്തത് CH3Br എടുക്കുകയാണ്, അടുത്തത് CH3I എടുക്കുകയാണ്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് എല്ലാം സെയിം ആണ്, പക്ഷെ ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും അതായത് പല ഇതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിന്റ് കൂടിക്കൂടി വരിക. കാരണം എന്താണെന്നറിയോ, മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും അയഡിന് ഭയങ്കര സൈസാണ്. സൈസ് കൂടിയാൽ എന്ത് കൂടുമെന്നാണ് നമ്മൾ പറയുന്നത്, വാൻഡർവാൾസ് ഫോഴ്സ് കൂടുമെന്നാണ് പറയുന്നത്. വാൻഡർവാൾസ് ഫോഴ്സ് കൂടി എന്ത് കൂടുമെന്നാണ് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് കൂടുമെന്നാണ് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി വേറൊരു കേസ് നോക്കാം. അതായത് നമ്മള് ആൽക്കേനെ അല്ല ഹാലജനെ മാറ്റുന്നില്ല, പകരം ആൽക്കേൻ ചെയിൻസ് കൂട്ടി വരുവാണ്. CH3Cl CH3CH2Cl CH3CH2CH2Cl. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിലോ ഇവിടെയും ഈ ബോയിലിംഗ് താഴോട്ട് വരുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഇവിടെയും സൈസ് കൂടുന്നു, വാൻഡർവാൾസ് ഫോഴ്സ് കൂടുന്നു, ഒബ്വിയസ്ലി ബോയിലിംഗ് പോയിന്റ് തെറ്റാണല്ലോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടൊന്നും അല്ല, കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചിട്ടാണ്. അതെന്താണെന്നറിയാമോ, ബ്രാഞ്ചിങ് കൂടിയാൽ മോളിക്കൂൾ സ്പെറിക്കൽ ആവുകയും അതിന്റെ സൈസ് കുറയുകയും വാൻഡർവാൾസ് ഫോഴ്സ് കുറയുകയും മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറയുകയും ചെയ്യുന്നു. ഓർത്തോണം, ഒരു ഉദാഹരണം പറയാം. ഞാൻ പെന്റെയിൻ വരയ്ക്കുന്നു, പെന്റെയിൻ വേണ്ട, ഹാലോ ആൽക്കൈനെ പറ്റി തന്നെ പറയാം. അപ്പൊ നമുക്ക് ഈ എന്താണ് 1-chloro-butane വരയ്ക്കുന്നു, അതായത് CH3 CH2 CH2 CH2Cl. ഓക്കെ, ഇത് ഒരു വലിയൊരു മോളിക്കൂളാണ്, കാരണം സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ഒരു വലിയ മോളിക്കൂളാണ്. ഞാൻ എന്ത് ചെയ്യുവാന്നറിയോ, ഞാൻ ഇവിടുത്തെ ഒരു കാർബണിനെ എടുത്തിട്ട് ബ്രാഞ്ച് ആയിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഇതിന്റെ ഐസോമർ വരയ്ക്കാൻ പോവാണ്. CH3 CH, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു Cl. ഇപ്പം സൈസ് കുറഞ്ഞില്ലേ, സൈസ് കുറയാതെ വരുമ്പോൾ മോളിക്കൂൾ സ്പെരിക്കൽ ആവുക ചെയ്യുന്നത് അല്ലെ, മോളിക്കൂൾ കുറച്ചുകൂടെ ഉരുണ്ട് വരുവാണ്, അപ്പൊ അതിന്റെ സൈസ് കുറയുന്നു. ഇനി ഇവരെ കൂടെ എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മോളിക്കൂൾ ആയിരിക്കും ഉണ്ടാകുന്നത്. CH3 CH3 CH3, ഇവിടെ CH2, സോറി ഇവിടെ Cl ഡയറക്റ്റ് ആയിട്ട് വരും. ഇപ്പം ഈ മോളിക്കൂൾ കുറച്ചുകൂടെ ഉരുണ്ടു, ഇപ്പൊ സൈസ് കുറഞ്ഞു.
ഇവിടെ സൈസ് വളരെ കൂടുതലായിരുന്നു. സൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. എന്താണ് അപ്പോഴെന്താ സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിന്റും കുറയുന്നു. അപ്പൊ ബ്രാഞ്ചിങ് കൂടുതലുള്ള ആൾക്കാർക്ക് ബ്രാഞ്ചിങ് കുറവുള്ള ഐസോമറിനെക്കാട്ടും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇത് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പലപ്പോഴും ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോ. അപ്പം ടെറിഷറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചോ. പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഞാൻ ഹാലോ അലീൻസിന്റെ ഒരു കൺസെപ്റ്റ് വരികയാണ്. അതായത് ഇതിപ്പം 1,2 ഡൈക്ലോറോ ബെൻസീൻ, അടുത്തത് 1,3 ഡൈക്ലോറോ ബെൻസീൻ, അടുത്തത് 1,2 ഡൈക്ലോറോ ബെൻസീൻ, 1,3 ഡൈക്ലോറോ ബെൻസീൻ, അടുത്തത് 1,4 ഡൈക്ലോറോ ബെൻസീൻ ആണ്. ഓക്കെ, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 256 കെൽവിൻ, ഇതിന്റെ 249 കെൽവിൻ, ഇത് 323 കെൽവിൻ. ഓക്കെ ആണല്ലോ. ഇത് ഓർത്തോ ആയിട്ടുള്ള ഐസോമർ ആണ്, ഇത് മെറ്റ ആയിട്ടുള്ള ഐസോമർ ആണ്, ഇത് പാര ആയിട്ടുള്ള ഐസോമർ ആണ്. അപ്പം പാര ഐസോമറിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? എപ്പോഴും പാര ഐസോമർ ആണ് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ കൃത്യമായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം മുകളിലോട്ടും താഴോട്ടും ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ചവിട്ടി കാണത്തില്ല, ഈ മുള്ളു പോലെയുള്ളത്. അപ്പൊ അതേപോലെ തന്നെ അതിന് പ്രൊജക്ട് ചെയ്ത് പുറത്തോട്ട് വയ്ക്കും. അപ്പൊ എന്താ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നല്ല രീതിയിൽ എന്താണ് ഒന്ന് അല്ലെ കുറെ നാള് നമ്മൾ അതുവഴി നടന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ മുള്ളു പോലുള്ള സാധനം എന്ത് ചെയ്യും? പുറത്തോട്ട് ഇറങ്ങി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് പോവും ഇല്ല, അതിന്റെ ആ ഒരു കൂർത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? പോവും. നമ്മൾ കുറെ നേരം ഇതാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അത് അവിടെ കൊണ്ടുകൊണ്ട് അതങ്ങ് ഇതായിപ്പോ. അതേപോലെ തന്നെ ഇവിടെ അതിനാണ് കാരണം. ഇവിടെ വെൽ എന്താണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചെറിയ ചട്ടിയില്ലേ, അതിനകത്ത് ഉണ്ണിയപ്പം എങ്ങനെയാ കൃത്യം ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലയോ? കൃത്യം ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ലാറ്റിസിൽ ഈ പാര ഐസോമസ് കൃത്യം ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളകി, അതായത് മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോണ്ടിങ് ഒക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങുക എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ലിക്വിഡ് ഫേസിലോട്ടോ അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലോട്ടോ ഒക്കെ മാറണം. മെൽറ്റിംഗ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫേസിലോട്ട് മാറുക, സോളിഡ് ലിക്വിഡിലോട്ട് മാറുക. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് പാര ഐസോമറിനായിരിക്കും എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് എന്താണ് കൂടുതൽ ഉണ്ടാകുക എന്നുള്ള കാര്യം ആലോചിച്ചോ. ഓക്കെ ആണല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ ക്ലോറോഫോം പോളാർ നേച്ചർ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് മാത്രമേ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, കഴിഞ്ഞ തവണ സൊല്യൂഷൻ അത് പഠിച്ചു. പക്ഷേ ക്ലോറോഫോമിന് പോളാർ നേച്ചർ ഉണ്ട്. ക്ലോറോഫോം എന്ന് പറയുമ്പോൾ CH Cl3. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ Cl 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 ഇവിടെ H. ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് ഇവിടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഇവിടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഇവിടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, നെറ്റ് ഡൈപോൾ ഇവന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാണ്. കാരണം ഹൈഡ്രജനെക്കാളും കുറച്ചുകൂടി ഇലക്ട്രോ നെഗറ്റീവ് കാർബണാണ്. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് തന്നെ ഇങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പൊ ഇവർക്ക് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതായത് ഇവർക്ക് ഒരു പൊളാരിറ്റി ഉണ്ട്. പക്ഷെ കോവാലന്റ് ആണ്, എന്നാലും പോളാർ നേച്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും ഇവര് വെള്ളത്തിനകത്ത് H2O ഒഴിക്കുമ്പോൾ H2O പോളാർ കോവാലന്റ് കോമ്പൗണ്ട്, പക്ഷെ H2O ഇത് ഡിസോൾവ് ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് ഈ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് സെഷനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, അതായത് പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്താണ് പ്രോപ്പർട്ടീസിനകത്തോട്ടാണ് കയറേണ്ടത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്തോട് കൂടി ഒന്ന് കയറുകയാണ്. നോക്കിക്കോളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം ഇനി മുതൽ ഇത്രയും നേരം നമ്മൾ ഹാലോ ആൽക്കൈനും ഹാലോ അലീൻസും പ്രൊഡക്റ്റ് സൈഡിലാണ് ഉണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇത് റിയാക്ടന്റ് സൈഡിലായിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് മെയിൻലി ഇവർക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഈ CX ബോണ്ടിന്റെ പൊളാരിറ്റിയാണ്. ഈ സിയുടെ കാർബൺ ഒരു സ്ലൈറ്റ് പോസിറ്റീവും ഹാലജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവും കിട്ടും. അപ്പോൾ വരുന്ന ആളിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുള്ള ഹാലജനുമായിട്ടും, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള കാർബണുമായിട്ടും എന്ത് ചെയ്യും? പോയി റിയാക്ട് ചെയ്ത് അവിടെ പോയിരിക്കും. അതാണ് അതിന്റെ കാരണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് 4 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത്
നാലെണ്ണമാണ് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. മൂന്നാമത് നമുക്ക് പറയാനുള്ളത് റിയാക്ഷൻ വിത്ത് മെറ്റൽ ആണ്. നാലാമത് നമുക്ക് പറയാനുള്ളത് റിഡക്ഷൻ ആണ്. ശരിക്കും ഹാലോ ആൽക്കീന് നടക്കുന്ന 4 കെമിക്കൽ റിയാക്ഷൻ ആണ് ഇത്. ഇതാണ് കണ്ടന്റ് കൂടുതലുള്ളത്. ഒരു പടുപണ്ടാരം കണ്ടന്റ് ആണ്. ബാക്കി എല്ലാം ഒരു 3 പേജിനുള്ളിൽ 2 പേജിനകത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിച്ചോണം. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് ആണ്. അപ്പം ന്യൂക്ലിയസ് ലവിങ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടമാണെന്ന് അർത്ഥം. പോസിറ്റീവ് ചാർജിനെ ഇഷ്ടമുള്ള ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമുക്ക് ഒത്തിരി നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോൺ പേഴ്സ് ഉള്ള മോളിക്യൂൾസ് എല്ലാം നെഗറ്റീവ്ലി ചാർജ് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം OH മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. CN മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആൽക്കോക്സി ഗ്രൂപ്പ് അതായത് RO മൈനസ് ആൽക്കോക്സി ഗ്രൂപ്പ് ഇവരും ഇതാണ്. അമോണിയ NH3 ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് അവരും നെഗറ്റീവ് ചാർജ് കാണിക്കുന്നതാണ്, നെഗറ്റീവ് ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരാണ്. RNH2 അതായത് അമീൻ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ പേസ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇത് കാണിക്കുന്ന ആളാണ് അല്ലെ. അപ്പം ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ അയോൺസ് ഉള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ആലോ ആൽക്കൈനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകണം. അതിന്റെ ഭാഗമായിട്ട് ന്യൂക്ലിയോഫൈൽ പോയിട്ട് ആ കോമ്പൗണ്ടിനകത്തോട്ട് പോയി ഹാലോ ആൽക്കൈനകത്ത് പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 രീതിയിലാണ് നടക്കുന്നത്. SN1 റിയാക്ഷൻ ഉണ്ട്, SN2 റിയാക്ഷൻ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പറയാം. അപ്പം ആദ്യത്തെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ആദ്യത്തെ എന്താണെന്ന് അറിയാമോ? നമ്മൾ ആൽക്കഹോൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഒരു ഹാലോ ആൽക്കൈൻ എടുക്കുന്നു, CH3CH2Br എടുക്കുന്നു. ഇതിനകത്ത് OH മൈനസ് അയോൺസ് ഉള്ള ഒരു കോമ്പൗണ്ട് എടുക്കാം, KOH എടുക്കാം. ഇത് അക്വസ് ആണ്, അക്വസ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സബ്സ്ട്രേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇത് ന്യൂക്ലിയോഫൈൽ ആണ്. ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെയും ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ എന്താ? OH ഇവിടെ വരും, Br ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് CH3CH2Br ആണ്, പ്ലസ് എന്താണ് CH3CH2OH ആണ്, പ്ലസ് എന്താണ് KBr. അപ്പൊ കണ്ടോ, ആൽക്കഹോൾ ഉണ്ടായി. ഹാലോ ആൽക്കൈനിൽ നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനോടെ. ഇനി ഈതർ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയോ, നമ്മൾ ഹാലോ ആൽക്കൈൻ എടുക്കുന്നു, CH3CH2Br. ഈതർ ഫോം ചെയ്യാൻ കഴിവുള്ളത് ആൽക്കോക്സി ഗ്രൂപ്പുകളാണ്. ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് എടുക്കാം നമുക്ക്. ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ള ഒരു സോൾട്ട് എടുക്കാം, CH3CH2ONA. സോഡിയം ഇതോക്സൈഡ് എന്നാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ CH3COO എന്ന് പറയുന്ന ആള് മൈനസും Na എന്ന് പറയുന്ന ആള് പ്ലസും. ഇവന് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, കാരണം നെഗറ്റീവ് ചാർജ് അവനുണ്ട് അല്ലെ. അപ്പം ഇവനായിരിക്കും ഇത് പൊട്ടും, ഇവിടെ ഇതും പൊട്ടിയിട്ട് ഈ O വന്ന് നേരെ ഇവിടെ ചേരുമ്പോൾ ഈതർ ഉണ്ടാവും. നോക്കി, CH3CH2OCH2CH3 കേട്ടോ, ഈതർ ഉണ്ടാവും. പ്ലസ് എന്താ NaBr. ഓക്കെ, ഇനി എന്താണ് ഇവരെ ഈ റിയാക്ഷൻ, അത് ആലോ ആൽക്കൈനിൽ നിന്ന് ആൽക്കോക്സി ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ട് എന്താണ് ഈതറിനെ ഉണ്ടാക്കുന്ന റിയാക്ഷനെ വില്യംസൺ സിന്തസിസ് എന്ന് പറയും. ഇത് നമ്മൾ ഈതറിന്റെ പ്രിപ്പറേഷനകത്ത് ആൽക്കഹോളിനകത്തൊക്കെ പഠിച്ചതാണ്, വില്യംസൺ സിന്തസിസ്. ഓക്കെ, മൂന്നാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത് CNA ആഡ് ചെയ്യുന്നതാണ്. അതായത് സൈനൈഡ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. സൈനൈഡിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് പഠിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് 2 രീതിയിൽ റിയാക്ഷൻ നടക്കാം. അതായത് CH3CH2Cl എടുക്കുന്നു, അതിനകത്ത് KCNA ആഡ് ചെയ്യുന്നു. KCNA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് ന്യൂക്ലിയോഫൈൽ പോയിട്ട് അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. CH3Cl2Cl എന്താണ് പ്ലസ് KCl എന്നായിരിക്കും ഉണ്ടാകുന്നത്. ഇവൻ 2 രീതിയിൽ നെയിം ചെയ്യാം. CN സൈനൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവന്റെ പേര് ഈതൈൽ സൈനൈഡ് എന്നാണ്. എന്നാൽ നൈട്രൈൽ എന്ന് പറയുന്ന പേരും ഇവർക്കുണ്ട്. അപ്പം നൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്നിനെ ഒറ്റയ്ക്ക് ബാക്കിയുള്ള എല്ലാം മെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവനെ പ്രൊപ്പെയിൻ 3 കാർബൺ നൈട്രൈൽ എന്ന് വേണമെങ്കിലും പറയാം. ഇതായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ് KCN ആണെങ്കിൽ ഇവനുണ്ടാവും. എന്നാൽ ഈ സെയിം റിയാക്ഷനകത്ത് CH3CH2Cl AgCN ആണ് ഞാൻ ആഡ് ചെയ്തെങ്കിൽ ഇവിടെ CH3CH2NC ഐസോസൈനൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവന്റെ പേര് ഈതൈൽ ഐസോസൈനൈഡ്. ഇതൊരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. പ്ലസ് എന്താ AgCl വരും. അപ്പം അതെന്താണ് അതിന്റെ കാരണം?
KCN ആഡ് ചെയ്തപ്പം സൈനൈഡ് വന്നു, AgCN ആഡ് ചെയ്തപ്പം എന്താണ് ഇത് വന്നു, എന്താണ് ഐസോസൈനൈഡ് വന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോണ്ടിങ് ആണ്. അപ്പം ഇവരുടെ ബോണ്ടിങ്ങില് ഇപ്പം എന്താണ് ഓക്കെ, അത് എല്ലാം പറഞ്ഞു. അപ്പം ഇവരുടെ ബോണ്ടിങ് ആണ്. ബോണ്ടിങ്ങില് AG വരുന്നത് യൂഷ്വലി എന്താണ് എന്താണ് കോവാലന്റ് നേച്ചർ ആണ്. അതായത് AgCN കോവാലന്റ് നേച്ചറും KCN അയണിക് നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു കോമ്പൗണ്ട് ആണ് NO2. NO2 റിയാക്ട് ചെയ്യുമ്പോഴും അവിടെ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താ അറിയോ? ഈ CN-ഉം NO2 ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ ആണ് പറയുന്നത്. ആംബിഡന്റ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ? രണ്ട് ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. അതായത് ദേ ക്യാൻ ലിങ്ക് വിത്ത് ദ കോമ്പൗണ്ട് ത്രൂ ടു ബൈൻഡിങ് സൈറ്റ്. ഇവിടെ ഇപ്പൊ കാർബൺ ത്രൂ ബൈൻഡ് ചെയ്യാം, നൈട്രജൻ ത്രൂ ബൈൻഡ് ചെയ്യാം, രണ്ടിനും ചാൻസ് ഉണ്ട്. അതേപോലെ NO2-നും അത് തന്നെയാണ്. NO2-നകത്ത് N ഡബിൾ ബോണ്ട് O ആണ്. അപ്പം ഈ ഓക്സിജൻ ത്രൂ ബോണ്ട് ഫോം ചെയ്യാം, ഈ ഓക്സിജൻ ത്രൂ ബോണ്ട് ഫോം ചെയ്യാം. ഇതും ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, NO2 മൈനസ് എന്നാണ് പറയാ. ഓക്കെ, അതും ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, അതിന്റെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയാലോ. അപ്പൊ നമ്മള് ഇത് തന്നെ CH3 CH2 NO2 സോറി CH3 CH2 CL എടുത്തിട്ട് നമ്മൾ അതിനകത്ത് KNO2 ആഡ് ചെയ്യാം. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഓക്സിജൻ ആയിരിക്കും അവിടെ ഒന്ന് ലിങ്ക് ആകുക. അപ്പൊ CH3 CH2 ONO എന്നായിരിക്കും വരിക. ഇതിന്റെ പേര് മീഥൈൽ നൈട്രൈറ്റ് എന്ന് പറയും. പ്ലസ് എന്താ KCl. ഇനി ഇത് തന്നെ CH3 CH2 CL AgNO2 ആയിട്ട് വന്നാലോ? AgNO2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് നൈട്രജൻ ത്രൂ ആയിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. CH3 CH2 NO2 എന്നായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എന്താണ് നൈട്രോ ഇത് ഇതിൽ ഈ എന്താണ് ഇത് എന്താണ് ഈഥൈൽ നൈട്രൈറ്റ് എന്ന് പറയുന്ന പോലെ ഇതിന് പേര് നൈട്രോ ഈഥൈൽ ആയിരിക്കും ഇതിന് പറയുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്തോണം. പ്ലസ് എന്താണ് AgCl എന്നുണ്ടാവും. ഇനി നമുക്ക് എന്താണ് NH3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമീൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത. അതായത് ഹാലോ അൽക്കേൻസിനകത്തോട്ട് NH3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമീൻസ് ഉണ്ടാവും. നോക്കാം. അമ്മേ ഓക്കെ, നോക്കിയോ. അപ്പം CH3 CH2 Br എടുക്കുന്നു. ഇതിനകത്തോട്ട് ഞാൻ അമോണിയ ആഡ് ചെയ്യുക. അമോണിയ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ബ്രേക്ക് ആയിട്ട് ഈ CH3 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വരും. അതായത് നമ്മളിത് അമീൻസിനകത്ത് ഒരു വലിയ ഹോഫ്മാൻസ് അല്ല, അമോണലിസിസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ നമ്മൾ പഠിച്ചാണ്. അതായത് CH3 CH2 Cl പ്ലസ് NH3 ഇങ്ങനെയാണ് നമ്മൾ അന്ന് പഠിപ്പിച്ചത്. അപ്പം ഇവിടെ ബ്രേക്ക് ആവും, ഇവിടെ ബ്രേക്ക് ആയിട്ട് ഇത് നേരെ ഇവിടെ വരും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് പ്രൈമറി അമീൻ ആയിരിക്കും, CH3 CH2 NH2. ഇനി ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന എന്താണ് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കിടക്കുന്ന CH3 CL ആയിട്ട് വീണ്ടും പോയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CH3 CH2 CL ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഹൈഡ്രജൻ പൊട്ടിയിട്ട് ഇവിടെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി അമീൻ ഉണ്ടാവും. പ്രൈമറി അമീൻ ആണ്, സെക്കൻഡറി അമീൻ ഉണ്ടാവും. ഇനി വീണ്ടും അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന CH3 CH2 CL ഇവരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ കൂടെ പോയിട്ട് CH3 CH2 N CH2 CH3 ഇവിടെ CH2 CH3 ഉണ്ടാവും. ഇതിന്റെ ഒക്കെ മണ്ടയ്ക്ക് ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഇട്ടില്ല. ഇനി വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നമുക്ക് ആ ലോൺ പെയറിനെ കൂടെ മാറ്റിയിട്ട് ക്വാട്ടർണറി അമോണിയം സോൾട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ വരാം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് എന്താ അമീൻസിനകത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിപ്പിച്ച ഒരു ബയോമോളിക്യൂൾസും തൊട്ട് മുമ്പ് പഠിപ്പിച്ച ചാപ്റ്റർ ആണത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അല്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അമോണിയ ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ്റ്റർ ഫോം ചെയ്യാൻ പറ്റും. അത് അസറ്റൈറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അസറ്റൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൂടെ പറയാം. ഫോർമേഷൻ ഓഫ് എസ്റ്റേഴ്സ്. എസ്റ്ററിനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഫോർമേഷൻ ഓഫ് എസ്റ്റേഴ്സ്. ഫോർമേഷൻ ഈ എസ്റ്ററിനെ ഫോം ചെയ്യുന്ന എസ്റ്റർ എന്ന് പറയുമ്പോൾ RCOO R ഡാഷ് എന്ന് പറയുന്ന
ടൈപ്പ് ആൾക്കാരാണ്. അതായത് രണ്ടോ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് എസ്റ്റർ. അപ്പൊ ഈ രണ്ടോ ഇടയ്ക്ക് വരുന്ന ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അസറ്റേറ്റ് അയോൺ വെച്ചിട്ട് വേണം റിയാക്ട് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു ആലോ ആൽക്കൈൻ എടുക്കുന്നു, CH3Cl എടുക്കാം സിംപ്ലി, പ്ലസ് നമ്മളൊരു എന്താണ് സിൽവർ അസറ്റേറ്റ് എടുക്കാം. സിൽവർ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? CH3COO മൈനസ് അയോണിനെയാണ് നമ്മൾ അസറ്റേറ്റ് ആണെന്ന്. ഇതിനകത്ത് Ag+ ചേരുമ്പോൾ ഇതൊരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ചേർന്നിട്ട് ഈ CH3COO Ag ഉണ്ടാവും. അതിന് നമ്മൾ സോൾട്ട് ആണ്. നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ അസറ്റേറ്റ് അയോൺ ഉള്ള ഒരു സോൾട്ട് എന്താ നമ്മുടെ ആലോ ആൽക്കൈനകത്തോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ CH3COO Ag എടുക്കും, ഈ ബോണ്ട് പൊട്ടുന്നു, ഈ ബോണ്ട് പൊട്ടുന്നു, Cl Ag ഇവിടെ പോകുന്നു, ഇവൻ തന്നെ ഇവിടെ വരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും CH3COO എന്താണ് CH3 എന്ന് വരും. കണ്ടോ, ഇത് എസ്റ്റർ ആയി. ഇവന്റെ പേര് മീത്തൈൽ എഥനോയേറ്റ്, മീത്തൈൽ എഥനോയേറ്റ് എന്ന് പറയും. കണ്ടോ, എസ്റ്ററിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ CH3COO മൈനസ് ആയതുകൊണ്ട് ഇവിടെ Ag വന്നപ്പോൾ അത് സിൽവർ അസറ്റേറ്റ് ആയി, അത് സോൾട്ട് ആണ്. എന്നാൽ CH3COO മൈനസ് ആയതുകൊണ്ട് ഇവിടെ H+ വന്നു കഴിഞ്ഞാൽ അത് അസറ്റിക് ആസിഡ് ആവും, CH3COH. ഇനി CH3COO കൂടെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് എസ്റ്റർ ആയിട്ട് മാറും എന്നുള്ള കാര്യം ആലോചിക്കും. ഞാൻ ഒപ്റ്റിക്കൽ ഐസോമർസും കൂടെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ഒപ്റ്റിക്കൽ ഐസോമർസും ശ്രദ്ധിച്ചോളൂ, അതുകൊണ്ട് കഴിഞ്ഞ് നിർത്തിയേക്കാം. ഒപ്റ്റിക്കൽ ഐസോമർസും ഇതിനകത്ത് പഠിക്കാനുള്ള, അതായത് ഇതിനകത്തെ പഠിപ്പിക്കത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിനകത്തും ഇതിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമർസത്തിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എപ്പോഴും ആലോചിച്ചോണം. ഇപ്പം ഒരു കോമ്പൗണ്ടിന്റെ രണ്ട് ഐസോമറിന് ഒപ്റ്റിക്കലി ഐസോമർ ആണെന്ന് പറയണമെങ്കിൽ ആ ഒരു ഐസോമറിനകത്തൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിടുന്ന സമയത്ത് ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് അത് ഡിഫ്ലക്ട് ചെയ്യുമെങ്കിൽ മറ്റേ ഐസോമർ മറ്റേ സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇടത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ലേവോ ഐസോമേഴ്സ് എന്നും, അല്ലെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പേരിന്റെ ഫ്രണ്ടിൽ ഒരു സിമ്പിൾ ആയിട്ട് സ്മോൾ എൽ ഇട്ടോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഐസോമറിനെ നമ്മൾ എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്റർ എന്ന് പറയും. ഡെക്സ്ട്രോ, അതിനെ സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് വെച്ചിട്ടോ പേരിന്റെ മുന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഐസോമർസ് കാണിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ആ ഒപ്റ്റിക്കലി ആക്റ്റീവ് മീഡിയത്തിനകത്തൂടെ കടത്തി വിടുന്ന സമയത്ത് അത് ഒരെണ്ണം ഒരു ഐസോമർ വലത്തോട്ടോ ഒരു ഐസോമർ ഇടത്തോട്ടോ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ഈ പോളരിമീറ്റർ, നമുക്കറിയണമല്ലോ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പോളരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു എന്താണ് കൈറാലിറ്റി അല്ലെങ്കിൽ ചിറാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ചിറാൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു കാർബൺ ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ CH3 വന്നു, ഇവിടെ COOH വന്നു, ഇവിടെ OH വന്നു. നോക്കി, ഈ കാർബണിന്റെ 4 ബോണ്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിനെ ചിറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാൽ കാർബൺ എന്ന് പറയാം, അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്ന് പറയാം. അതിനെ നമ്മളൊരു കാർബൺ ഇട്ട് ഒരു സ്റ്റാർ ഇട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഈ കാർബൺ ഒപ്റ്റിക്കൽ ഐസോമറിസം കൈറാലിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ആയിരിക്കണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് കാണിക്കണം. ഈ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്താണെന്ന് അറിയാമോ? ഇപ്പം എ എന്ന് പറയുന്ന ലെറ്റർ ഒരു മിററിന്റെ സൈഡിൽ കൊണ്ടുവച്ചു, എ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഈ മിറർ ഇമേജ് എടുത്തിട്ട് ഇതിനെ മണ്ടേ കൊണ്ട് വെച്ചാൽ ഒബ്വിയസ്ലി ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുമെങ്കിൽ അത് സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന് അർത്ഥം. പക്ഷെ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല അങ്ങനെയുള്ള ആൾക്കാർ. എന്നാൽ പി എന്ന് പറയുന്ന ലെറ്റർ എടുക്കുന്നു, മിററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുന്നു, ഇങ്ങനെ ഒരു ലെറ്റർ ആണ് മിററിനകത്ത് കാണാൻ പറ്റുക. ഓക്കെ, തിരിഞ്ഞു. ഇതിനെ പൊക്കിയെടുത്ത് അതേപോലെ ഇങ്ങനെ മണ്ടയ്ക്കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഇത് ഉണ്ടാകുന്നുണ്ടാവുക. ഇത് കോയിൻസൈഡ് ചെയ്യത്തില്ല. ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവര് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്.
അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. ഓക്കെ ആണല്ലോ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ പഠിക്കണം. ഇപ്പൊ ഞാൻ സിംപിളി ഒരു ഇത് എഴുതുകയാണ്. CH3 CH CH2 CH3 ഇവിടെ ഒരു Br വരുന്നു. നമുക്കറിയാം ഇപ്പം ഈ കാർബണിന്റെ ഈ ബോണ്ട് മീഥൈലാണ്, ഈ ബോണ്ട് ബ്രോമിനാണ്, ഈ ബോണ്ട് ആൽക്കൈലാണ്. ഈ ഹൈഡ്രജൻ മുകളിലാണ് വരുന്നത് കൊണ്ട് അതും വേറെയാണ്. 4 ഗ്രൂപ്പും 4 ബോണ്ട് 4 ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതൊരു ചിറാൽ കാർബണാണ്. ഈ ചിറാൽ കാർബണിന്റെ വെച്ചിട്ട് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരച്ചാലേ നമുക്ക് മിറർ ഇമേജസിനെ പറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതിന് വെഡ്ജ് ആൻഡ് ഡാഷ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ പണ്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പഠിക്കണം. അതിൽ 4 ബോണ്ടിൽ 2 ബോണ്ടിനെ, ചിറാൽ കാർബണിന്റെ 4 ബോണ്ടിൽ 2 ബോണ്ടിനെ ഒരു പ്ലെയിനിലും മറ്റേത് നമ്മളെ നോക്കിയുള്ള പ്ലെയിനിലും മറ്റേത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള പ്ലെയിനിലുമാണ് വരയ്ക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് അങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കുന്ന അറിയോ? ഞാൻ ഇപ്പം ഈ ഹൈഡ്രജനെ ഇവിടെ നിന്ന് തന്നെ നോക്കിയോ, ഇവിടെ ഈ ഹൈഡ്രജൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇവരെ രണ്ടുപേരും ഒറ്റ പ്ലെയിനിലാക്കുവാണ്. ഇങ്ങനെ CH CH3 ഇവർ ഒറ്റ പ്ലെയിനിലാണ്. എന്നെ നോക്കിയുള്ള പ്ലെയിനെ ഞാൻ എന്താണ് വെഡ്ജ് വെച്ച്, അതായത് തിക്കായിട്ടുള്ള ഒരു ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ Br കൊടുക്കുന്നു. ഇനി എന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള അങ്ങോട്ടുള്ളതിനെ നമ്മൾ ഡാഷ് വെച്ച് കൊടുക്കുന്നു. അത് CH2 CH3. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണോ നോക്കുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു മിറർ വരയ്ക്കുക. അപ്പൊ എന്തായാലും ഇതിന്റെ ഇവിടെ CH3 CH2 ഇവിടെ ഡാഷ്, ഇവിടെ കാർബൺ, ഇവിടെ തിക്ക് ബോണ്ട്, ഇത് രണ്ടും ഒരേ പ്ലെയിൻ ആണ്. CH3 ഇവിടെ H. നിങ്ങൾ നോക്കിയേ, ഇതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇപ്പുറത്തോട്ട് നിൽക്കും, ഈ ഭാഗം ഇപ്പുറത്തോട്ട് നിൽക്കും, കോയിൻസൈഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഐസോമറുകളാണ്. ഇത് ഡെസ്ട്രോ ആയിരിക്കാം, ഇത് ലേവോ ആയിരിക്കാം, അല്ല തിരിച്ചു ആകാം, ഇത് ലേവോ ഇത് ഡെസ്ട്രോ ആകാം, അറിയില്ല. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഓക്കെ ആണല്ലോ. ഇനി എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എനാൻഷ്യോമേഴ്സ് ഓക്കെ. എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സ്റ്റീരിയോ ഐസോമേഴ്സ്, അതായത് ഇപ്പം നമ്മൾ വരച്ച 2 ആൾക്കാരെ എനാൻഷ്യോമേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വരച്ച 2 ആൾക്കാരുണ്ടല്ലോ, അതായത് നമ്മൾ വരച്ച ഇപ്പൊ ആളുടെ പേര് 2 ബ്രോമോ ബ്യൂട്ടൈൻ ആണ് വരച്ചത്. അവർ രണ്ടുപേരും എനാൻഷ്യോമേഴ്സ് ആണ്. അതായത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഉള്ള സെയിം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഈ പറഞ്ഞ സെയിം കോമ്പൗണ്ടിന്റെ 2 ഐസോമറുകളെയാണ് നമ്മൾ എനാൻഷ്യോമേഴ്സ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ റസമിക് മിക്സ്ചർ എന്ന് പറയുന്ന മിക്സ്ചർ ഉണ്ട്. റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ ഈ റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മള് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള 2 ബ്രോമോ ബ്യൂട്ടേനെയും ലേവോ റൊട്ടേറ്ററി ആയിട്ടുള്ള 2 ബ്രോമോ ബ്യൂട്ടേനെയും നമ്മൾ ഇക്വിമോളാർ കോമ്പിനേഷനിൽ എടുത്തിട്ട് ഇവരെ തമ്മിൽ മിക്സ് ചെയ്യുവാണ്. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു സംഭവം ഉണ്ടാവും. ഇത് മിക്സ്ചറാണ്. ഈ മിക്സ്ചറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിക്സ്ചറിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഇത് നമുക്കറിയാം, ഇത് പോളറിയും എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടും ഇത് ഇടത്തോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അവരെ രണ്ടുപേരും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിയെന്ന സമയത്ത് ഇവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇവർ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി ഇവരെന്താ പോളറൈസ്ഡ് ലൈറ്റിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഡിഫ്ലക്ട് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ റസമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. റസമിക് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇക്വിമോളാർ കോമ്പിനേഷനിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ലിയോ റൊട്ടേറ്ററി ആയിട്ടുള്ള ആൾക്കാരെ മിക്സ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇനി ഇതിനകത്ത് ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കോൺഫിഗറേഷൻ ആണ്. ഇതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വരച്ച ആ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ്, 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ പഠിക്കാനുണ്ട്. റിറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പം ആ റിയാക്ഷന്റെ റിയാക്ടന്റിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എങ്ങനെയാണോ അത് തന്നെ എന്ത് ചെയ്യുന്ന അറിയാമോ? പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റിയാക്ടന്റിന്റെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ വേറൊരു രീതിയിലായിരിക്കും എന്താണ് പ്രൊഡക്റ്റിന്റെ ഷേപ്പ് വരിക. റീറ്റേൺ ചെയ്യുന്ന ഷേപ്പ് ആണെങ്കിൽ ആ ഫിനോമിനോനെ നമ്മൾ റിറ്റൻഷൻ എന്നാണ് പറയുന്നുണ്ടാവുക. ഓക്കെ. അത് റിറ്റൻഷൻ, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് SN1 SN2 മെക്കാനിസത്തിനകത്താണ് നമുക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുക. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തൊട്ടുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അതുകൂടെ ഉള്ളൂ പറയാനായിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, എലിമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ